ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് മുടി വളരാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കിനെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇതേപോലെ എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് കറ്റാർവാഴ. കറ്റാർവാഴ എന്ന് പറയുന്ന സാധനം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജെല്ലല്ലാതെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നമ്മൾ നട്ടൊക്കെ വളർത്തി കിട്ടുന്ന കറ്റാർവാഴയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൂട്ടാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ മുടിയുടെ ജടയൊക്കെ നല്ല രീതിക്ക് ചീവി ഒതുക്കിയതിന് ശേഷം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുക. നമ്മൾ എന്ത് തലയിൽ തേക്കാനായാലും ശരി, നമ്മൾ നല്ലപോലെ നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ വിടിയിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതേപോലെ തലയിലൊന്ന് തട്ടിയൊക്കെ കൊടുക്കുക കേട്ടോ. ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മിക്സ് നമ്മുടെ തലയോട്ടിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. നമ്മൾ തലയോട്ടിയിൽ ആദ്യം തേച്ച് നല്ല രീതിക്ക് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ മുടിയിലൊക്കെ തേച്ച് കൊടുക്കുക. ഇത് മുടിക്ക് നല്ല തിളക്കമൊക്കെ കിട്ടും, മുടി പെട്ടെന്ന് വളരും, മുടിക്ക് നല്ല കട്ടി കിട്ടും. വളരെ എഫക്റ്റീവാണ് കേട്ടോ ഇത്. ഇതേപോലെ പിന്നീട് നമ്മൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണല്ലോ, മുടി വളരാത്തത് കൊണ്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് ഇതേപോലെ കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. മുടി പെട്ടെന്ന് വളരാനും മുടിക്ക് നല്ലൊരു ആരോഗ്യത്തിനും മുടിക്ക് നല്ലൊരു തിളക്കത്തിനും ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.